ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു സെക്ഷനാണ് ഫസ്റ്റ് പോർഷൻ. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി ആണ്. ഒരു സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും. ഇപ്പം ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ സ്റ്റെബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ക്ലാസ് കൊണ്ട് തിയറി തീരും, പ്രോബ്ലം ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രോബ്ലം. ഓക്കെ, എന്താണ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ലോപ്പ്? സ്റ്റെബിലിറ്റി ഓഫ് എ സ്ലോപ്പ് എന്താ ഉദ്ദേശിക്കണേ? സ്ക്രീൻ ഷെയർ ചെയ്ത് തരാട്ടോ, ഒരു സെക്കൻഡ്. എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അൺസപ്പോർട്ടഡ് ഇൻക്ലൈൻഡ് മാസിനെയാണ് നമ്മൾ എന്താ പറയാ, എർത്ത് സ്ലോപ്പ് എന്ന് പറയാ. അപ്പം അത് നമ്മൾ യൂഷ്വലി ഒരു റെയിൽവേ ഫോർമേഷന് വേണ്ടി അല്ലെങ്കിൽ ഹൈവേ എംബാക്ക്മെന്റ് വേണ്ടി, എർത്തൻ ഡാം, കനാല്, ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസിനാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുക, സ്ലോപ്ഡ് എർത്ത് സർഫസ് ചെയ്യുക. അപ്പൊ ഈ സ്ലോപ്ഡ് എർത്ത് സർഫസ് ചെയ്യുമ്പം അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്, സ്റ്റെബിലിറ്റി. നമ്മൾ ആ സ്ലോപ്പ് സ്റ്റേബിൾ ആയി ഇക്വിലിബ്രിയത്തിൽ ഇരുന്നാൽ മാത്രമാണ് എന്ത്, അതിനകത്തൂടെ നമുക്ക് വേണ്ട കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും കൈകാര്യം ചെയ്യാവുള്ളൂ. അപ്പം എത്രത്തോളം സ്റ്റേബിൾ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിലെ ലോഡും കാര്യങ്ങളും. ആ സ്റ്റെബിലിറ്റി ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത്, ഷിയർ എന്ന് പറയുന്നത്. ഷിയർ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഷിയർ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക, സോയിലിന് സ്ലോപ്ഡ് സർഫസിന് ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുന്നത്. സോയിലിൽ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ആ സ്ലോപ്പിൽ കൂടിക്കഴിഞ്ഞാലാണ് യൂഷ്വലി സ്ലോപ്ഡ് സർഫസ് ഫെയിൽ ആവുന്നത്. അപ്പം സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് എന്ത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ദെൻ മെയിൻലി രണ്ട് ഫാക്ടേഴ്സാണ് സ്ലോപ്പ് ഫെയിലിയർ ഉണ്ടാക്കുന്നത്. ഒരു എർത്തൻ സ്ലോപ്പ് ഫെയിൽ ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ ഒരു ഇൻക്രീസ് ഇൻ ഷിയർ സ്ട്രെസ്, ആ സോയിലിന്റെ വെയിറ്റ് കൂടി സാച്ചുറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ സർചാർജ് കൊണ്ടോ സീപ്പേജ് കൊണ്ടോ എന്തെങ്കിലും കാര്യം കൊണ്ട് ആ സോയിലിലെ ഷിയർ സ്ട്രെസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കാം, സ്ലോപ്പ് ഫെയിൽ ആവാം. രണ്ടാമത്തതാണ് സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് നഷ്ടപ്പെടുമ്പോൾ. ഷിയർ സ്ട്രെങ്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ വാട്ടർ കണ്ടന്റ് കൊണ്ടോ ഈ പറഞ്ഞ പോലെ ലോഡ് ഡിഫറെന്റ് ലോഡ്സ് ആക്ട് ചെയ്യും. യൂണിഫോം ലോഡ്സ് അല്ലാതെ സൈക്ലിക് ലോഡ്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഷോക്ക് വരും, അങ്ങനെയൊക്കെ ചെയ്യുമ്പം സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് നഷ്ടപ്പെടും. ആ കാരണം കൊണ്ടും എന്ത് ചെയ്യാം, സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. ഈ രണ്ട് കാരണങ്ങളാണ് യൂഷ്വലി ഒരു സ്ലോപ്പ് ഫെയിലിയറിന് ഉണ്ടാവുന്നത്. ഇനി ഒരു ഫെയിലിയർ ഉണ്ടാവുമ്പം നമുക്ക് പല ടൈപ്പിൽ സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ടൈപ്സ് ഓഫ് സ്ലോപ്പ് ഫെയിലിയർ. ഡിഫറെൻറ്റ് സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ട്. 4 ടൈപ്പാണ് യൂഷ്വലി ഉള്ളത്. ഫസ്റ്റ് വൺ റൊട്ടേഷണൽ, സെക്കൻഡ് വൺ ട്രാൻസിഷണൽ, തേർഡ് വൺ കോമ്പൗണ്ട്, ഫോർത്ത് വൺ വെഡ്ജ്. ഈ 4 ടൈപ്പ് ഷിയർ ഫെയിലിയേഴ്സ് ആണ് യൂഷ്വലി നമുക്കൊരു സോയിലിന് ഉണ്ടാവുന്നത്. ദെൻ ആദ്യത്തെയാണ് റൊട്ടേഷണൽ ഷിയർ ഫെയിലിയർ, റൊട്ടേഷണൽ സ്ലോപ്പ് ഫെയിലിയർ. ഫിഗർ കാണിച്ചു തരാം. റൊട്ടേഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ മൂലം, അതായത് നമ്മുടെ സോയിൽ മാസ്, സ്ലോപ്ഡ് ആയിട്ടുള്ള സോയിൽ മാസിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള പോർഷനിൽ എന്ത് ചെയ്യും, റൊട്ടേഷണൽ മൂവ്മെന്റ് വഴി സോയിൽ മാസ് എന്ത് ചെയ്യും, ഡൗൺവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് മൂവ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ് ആണ് റൊട്ടേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. യൂഷ്വലി അത് കാണപ്പെടാറുള്ളത് ഒരു ഹോമോജീനിയസ് സോയിലാണ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് കണ്ടീഷൻസിലാണ് യൂഷ്വലി അങ്ങനെ ഒരു റൊട്ടേഷണൽ ഫെയിലിയേഴ്സ് കാണാറുള്ളത്. 3 ടൈപ്പ് റൊട്ടേഷണൽ ഫെയിലിയേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ടോ ഫെയിലിയർ എന്ന് പറയും, ഫിഗർ താഴെ ഉണ്ട്. സെക്കൻഡ് വൺ സ്ലോപ്പ് ഫെയിലിയർ, മൂന്നാമത്തത് ബേസ് ഫെയിലിയർ. ഓക്കെ, ആദ്യത്തെയാണ് ടോ ഫെയിലിയർ എന്ന് പറയുന്നത്. ആദ്യത്തെയാണ് ടോ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതാണ് ടോ സർഫസ്, ഒരു എർത്തൻ സ്ലോപ്പിന്റെ ടോ പോർഷൻ, അതായത് ഏറ്റവും ഒരു കോർണർ പോർഷനിൽ ഉണ്ടാവുന്ന ഫെയിലിയർ, അതാണ് ടോ ഫെയിലിയർ എന്ന് പറയാം. ടോ പോർഷനിൽ, അതായത് ഈ ഫസ്റ്റ് ഫിഗർ ഇങ്ങനെ ഒരു സ്ലോപ്ഡ് സർഫസ് ആണെങ്കിൽ അതിന്റെ ഈ ടോപ്പ് പോർഷനിൽ
ഓക്കെ, ഈ കാണിക്കുന്ന അതിൻ്റെ ബേസിൽ ഒരു ടോപ്പ് പോർഷൻ, ആ പോർഷനിൽ സോയിൽ സ്ലിപ്പ് ചെയ്ത് മൂവ് ചെയ്ത് റൊട്ടേഷണൽ മൂവ്മെന്റ് മൂലം മൂവ് ചെയ്ത് പോകുന്നതാണ് ടോപ്പ് ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് സ്ലോ ഫെയിലിയർ. സ്ലോ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ലോപ്ഡ് സർഫസ് ആണെന്ന് വിചാരിച്ചല്ലോ, സ്ലോപ്ഡ് സർഫസ് ആണ്. ആ സ്ലോപ്ഡ് സർഫസിൽ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ആ വീക്ക് പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യും, സോയിൽ സ്ലിപ്പ് ചെയ്തു പോകും. അങ്ങനെയുള്ളതിനാണ് സ്ലോ ഫെയിലിയർ എന്ന് പറയാം. മൂന്നാമത്താണ് ബേസ് ഫെയിലിയർ. കണ്ടോ, ആ സ്ലോപ്ഡ് സർഫസ് ഇത് അതിൻ്റെ ഏറ്റവും ബേസിൽ, അതായത് ഏതെങ്കിലും ഒരു വീക്കസ്റ്റ് പോയിന്റ് അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്തിരിപ്പുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യും, സോയിൽ ഔട്ട്വേർഡ് അല്ലെങ്കിൽ താഴേക്ക് എന്ത് ചെയ്യും, സ്ലോപ്പ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടാകുന്ന ഫെയിലിയർ ആണ് ബേസ് ഫെയിലിയർ. അടുത്തത് ട്രാൻസിഷണൽ ഫെയിലിയർ ആണ്. ട്രാൻസിഷണൽ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ഓഫ് അൺലിമിറ്റഡ് എക്സ്റ്റെൻഡ് ഹാവിങ് യൂണിഫോം സോയിൽ പ്രോപ്പർട്ടി അറ്റ് സെയിം ഡെപ്ത്. ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ്, ഒരു അൺലിമിറ്റഡ് എക്സ്റ്റെൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണെന്ന് വിചാരിക്കാം. അതിലെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഏത് ഡെപ്ത് എടുത്താലും സെയിം ആണ്. അങ്ങനെയുള്ള ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയും. ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അൺലിമിറ്റഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ലോപ്പ്, അതിന്റെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഡെപ്തിലും സെയിം പ്രോപ്പർട്ടീസ് ആണ് അല്ലെങ്കിൽ യൂണിഫോം പ്രോപ്പർട്ടീസ് ആണ്. അങ്ങനെയുള്ള സ്ലോപ്പിനെ നമ്മൾ ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയും. ആ ഇൻഫൈനൈറ്റ് സ്ലോപ്പിൽ ഉണ്ടാകുന്ന ഫെയിലിയർ അല്ലെങ്കിൽ ഈ സ്ലോപ്പിന് പാരലലായിട്ട് സംഭവിക്കുന്ന ഫെയിലിയർ, ഇൻഫൈനൈറ്റ് സ്ലോപ്പിന് പാരലലായിട്ട് സംഭവിക്കുന്ന ഫെയിലിയറിനെയാണ് ട്രാൻസിഷണൽ. മണ്ണിങ്ങനെ ഊർന്നിറങ്ങി പോരും, അങ്ങനെ ഉണ്ടാകുന്ന ഫെയിലിയർ ആണ് ട്രാൻസിഷണൽ ഫെയിലിയർ. അടുത്തതാണ് കോമ്പൗണ്ട് ഫെയിലിയർ. കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂവ്മെന്റും കാണും, ട്രാൻസ്ലേഷനിലും കാണും റൊട്ടേഷനിലും കാണും. ഈ രണ്ട് മൂവ്മെന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോയിലിന് ഫെയിലിയർ സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറയും. അത് യൂഷ്വലി രണ്ടുണ്ടാവും. കണ്ടോ, എൻഡ് പോർഷനിൽ കോമ്പൗണ്ട് ഫെയിലിയർ ആണെങ്കിൽ കണ്ടോ ഇവിടെ ഒരു കേർവ്ഡ് ആയിരിക്കും, അതിൻ്റെ സ്ലോപ്പ് ഉണ്ടാവുന്ന ഒരെൻഡ് എന്താണ് കേർവ്ഡ് സെക്ഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റേ എൻഡ്, രണ്ട് എൻഡിലും കേർവ്ഡ് സർഫസ്, ഈ എൻഡിൽ ഒരു കേർവ്ഡ് ആണ്, ഇങ്ങേ എൻഡിലും കേർവ്ഡ് ആണ്. ബേസ് മിഡിൽ പോർഷനിൽ എന്താണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോലെ, അങ്ങനെയായിരിക്കും ആ ഫെയിലിയേഴ്സ് ഉണ്ടാവുക. അടുത്തതാണ് വെഡ്ജ് ഫെയിലിയർ. വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻക്ലൈൻഡ്, ഇതുപോലെ കണ്ടോ ഒരു വെഡ്ജ് പോലെ ഒരു ഇൻക്ലൈൻഡ് വീക്ക്നെസ് സർഫസിൽ ഉണ്ടാവുന്ന ഫെയിലിയർ ആണ്. ഒരു ബ്ലോക്ക് ഫെയിലിയർ ആയിട്ട് പറയും. ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന സോയിൽ മാസ് ഇങ്ങനെ നിൽക്കുന്നു, അതിങ്ങനെ രണ്ടായിട്ട് വെഡ്ജ് വഴി ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഫെയിൽ ആവുന്ന പോർഷൻ ആണ് വെഡ്ജ് ഫെയിലിയർ. ദെൻ അടുത്തതാണ് സ്റ്റെബിലിറ്റി അനാലിസിസ്. നമ്മൾ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് അനലൈസ് ചെയ്യാം. ഒരു സ്ലോപ്പ് സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. അതിന് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കും. എത്രത്തോളം ആണോ ആ സ്ലോപ്പിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സ്ലോപ്പ് സ്റ്റേബിൾ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് എ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ടു ദി സ്ട്രെസ് ഡെവലപ്ഡ്. എത്രത്തോളം സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ സ്ട്രെസ്, ആ റേഷ്യോനെയാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്ലോപ്പ് എന്ന് പറയാം. ആ സ്ലോപ്പിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ടാണ് നമ്മൾ പറയും ഒരു സ്ലോപ്പ് എത്രത്തോളം സ്റ്റേബിൾ ആണ്. യൂഷ്വലി ഒരു സ്ലോപ്പ് സ്റ്റേബിൾ ആകണമെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. 1ന് മുകളിലാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആ സ്ലോപ്പിന് കിട്ടുന്നതെങ്കിൽ യൂഷ്വലി എല്ലാ സ്ലോപ്പുകളും സ്റ്റേബിൾ ആണെന്നാണ് യൂഷ്വലി പറയാറ്. ഇനി നമുക്ക് ഒരു സ്ലോപ്പിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണമെങ്കിൽ 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ 3 ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ടേംസിലാണ് നമ്മൾ ആ സ്ലോപ്പ് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ആദ്യത്തെയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത്. അത് നമ്മൾ FS കൊണ്ട് ഡിനോട്ട് ചെയ്യും. FS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതാണ്, ഷിയർ സ്ട്രെങ്ത് S, ഷിയർ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ടോ M. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബിലൈസ്ഡ് ഷിയർ സ്ട്രെങ്ത്, അതായത് ആ സോയിലിന് ഫെയിലിയർ സംഭവിച്ച് കഴിയുമ്പോൾ എത്രമാത്രം ഷിയർ സ്ട്രെസ് ഉണ്ടായിരുന്നു, അതാണ് മൊബിലൈസ്ഡ് ഷിയർ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുക. മൊബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
ഫെയിൽ ആവുന്നതിന് ജസ്റ്റ് തൊട്ട് മുന്നേ അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ കണ്ടീഷൻ, അതിനെയാണ് മൊബിലൈസ്ഡ് എന്ന് മീൻ ചെയ്യുക. ആ സമയത്തുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് ടോയം. അപ്പോൾ ഫാക്ടർ ഓഫ് ഷിയർ സ്ട്രെങ്ത് കാണാനുള്ള ഇക്വേഷൻ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് അലോങ് ദി സർഫസ് ഓഫ് ഫെയിലിയർ. അതിനെയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് എന്ന് പറയാം. അടുത്തത് ഇത് കാണാൻ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ആ തന്നിരിക്കുന്ന സോയിലിൻ്റെ കൊഹഷൻ അറിയാം, അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ പ്രഷർ അല്ലെങ്കിൽ ഇഫക്റ്റീവ് പ്രഷറിൻ്റെ വാല്യൂ അറിയാം, ഏത് ആംഗിളിലാണ് അത് ഷിയർ ചെയ്ത് പോരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് കാണാൻ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. സി പ്ലസ് സിഗ്മ ടാൻ ഫൈ ഡിവൈഡഡ് ബൈ സി എം പ്ലസ് സിഗ്മ ടാൻ ഫൈ എം. അതിൽ സി എമ്മും ഫൈ എം എന്ന് പറഞ്ഞാൽ മൊബിലൈസ്ഡ് കൊഹിഷനും മൊബിലൈസ്ഡ് ആംഗിൾ ഓഫ് ഷിയർ റെസിസ്റ്റൻസ് ആണ്. മൊബിലൈസ്ഡ് എന്ന് പറഞ്ഞ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫെയിൽ ആകാൻ തുടങ്ങുവാണ്, ജസ്റ്റ് ബിയോണ്ട് ദാറ്റ്, അതിന് മുന്നേ അതിനുണ്ടായിരുന്ന മാക് കോഹിഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതാണ് ഈ മൊബിലൈസ്ഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് പറയാം ഫാക്ടർ ഓഫ് സേഫ്റ്റി, 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി അത് പഠിച്ചു വയ്ക്കാം. രണ്ടാമത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹിഷൻ. സോയിലിലെ കൊഹിഷൻ്റെ വാല്യൂ, സിയുടെ വാല്യൂ എന്താണോ അത് വെച്ചുകൊണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെക്ക് ചെയ്യും. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹിഷൻ, എഫ് സി ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സി എം. സി എന്ന് പറഞ്ഞാൽ സാധാരണ സോയിലിൻ്റെ കൊഹിഷൻ, ദെൻ ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഇതിനുണ്ടായ മൊബിലൈസ്ഡ് കൊഹിഷൻ, ആ ഒരു വാല്യൂ ആണ് സി എം. ആ റേഷ്യോനെയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹിഷൻ. മൂന്നാമത്തെ ഫാക്ടറാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ. അത് കാണാനുള്ള ഇക്വേഷൻ എഫ് ഐ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ ഡിവൈഡഡ് ബൈ ടാൻ ഫൈ എം. ഫൈ എം എന്ന് പറഞ്ഞാൽ മൊബിലൈസ്ഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്, ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഷിയർ റെസിസ്റ്റൻസ്. ഈ ഫൈയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ യൂഷ്വലി നമ്മൾ ടാൻ ഫൈ എടുക്കാറില്ല, സിംപ്ലി 2 ഫൈ, മൊബിലൈസ്ഡ് ഫൈയും ഫൈയും തമ്മിലുള്ള ഡിഫറൻസ് റേഷ്യോ കണ്ടുപിടിക്കും. ഈ 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത്, സ്ലോപ്പ് സ്റ്റേബിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നമ്മളൊരു സ്ലോപ്പിൻ്റെ അനാലിസിസ് ചെയ്യുമ്പം, സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യുമ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 കണ്ടുപിടിക്കാൻ ചോദിച്ചു എന്ന് വിചാരിച്ചോ. അപ്പം ഒരു സ്ലോപ്പ് സ്റ്റേബിൾ ആകണമെങ്കിൽ ഈ 3 ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂം ഈക്വൽ ആയിരിക്കും. എഫ് സിയുടെ വാല്യൂം എഫ് ഐൻ്റെ വാല്യൂം എഫ് എസിൻ്റെ വാല്യൂം ഈക്വൽ ആണെങ്കിലാണ് എന്ത്, ആ സ്ലോപ്പ് എപ്പോഴും സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ പറയാറുള്ളൂ. ആ 3 വാല്യൂ ഒരുപോലെ ആയിരിക്കും യൂഷ്വലി. അങ്ങനെയുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ സ്റ്റേബിൾ ആണെന്ന് പറയാറ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ മിസ്. അപ്പൊ ഒരു കാര്യം, നമ്മൾ ഈ റീറ്റെയിൻ വാളിന്റെ ഒക്കെ കാണുമ്പോ ഒരു 2, 1.5 അങ്ങനെയൊക്കെ പറയില്ലേ ഫാക്ടർ? റീറ്റെയിനിങ് വാൾ ഡിഫറെന്റ് ആണ്, ഇത് എർത്ത് ആൻഡ് സ്ലോപ്പ് ആണ്. അപ്പൊ ഇതിന് ഈക്വൽ ആണ് വേണ്ടത് അല്ലേ? ഈക്വൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ജനറലി ഈ 3 വാല്യൂം ഈക്വൽ ആണ് ഒരു സ്റ്റേബിൾ അനാലിസിസ് ആണ് പറയുമ്പോൾ, സ്ലോപ്പ് അനാലിസിസിൽ പറയുമ്പോൾ. എർത്ത് റീറ്റെയിനിങ് വാൾ ഡിഫറെന്റ് ആണ്. റീറ്റെയിനിങ് വാളിൽ വരുന്നത് എർത്ത് പ്രഷർ ആണ്, അല്ലാതെ അതൊരു സ്ലോപ്ഡ് സർഫസ് അല്ല. അത് നമ്മളിങ്ങനെ എന്താണ് റീറ്റെയിൻ ചെയ്ത് നിർത്തിയേക്കല്ലേ. അപ്പൊ ആ സോയിലിന്റെ പ്രഷറിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ 2 അസൈൻമെന്റ് എഴുതിയ സാധനമാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇപ്പൊ നമ്മൾ തിയറട്ടിക്കൽ മെത്തേഡാണ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ് പറഞ്ഞത്. ഇത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ് ഉണ്ട്, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡും സ്വീഡ് സർക്കിൾ മെത്തേഡും. ഞാൻ ഇതെത്ര നിങ്ങളോട് ഇങ്ങനെ പ്രൊസീജിയർ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പരിധി വരെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം കുറേ പോർഷൻസ് ഇതിനകത്ത് കട്ട് ചെയ്തൊക്കെ വരയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിത് എത്ര ഇത് കട്ട് ചെയ്തു അങ്ങോട്ട് പോയി വെയിറ്റ് എടുത്തു എന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ നിങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ക്യാച്ച് ചെയ്ത് പോകാൻ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ 2 മെത്തേഡും പഠിക്കാതെ പോകരുത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോ നോക്കി പഠിക്കുക. ആ വീഡിയോ നോക്കിയിട്ട് പ്രൊസീജിയർ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ എഴുതാൻ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക.
ഇതിന്റെ പ്രോബ്ലം ചോദിച്ചില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് തിയറി പ്രൊസീജിയർ ആണ് മിക്കവാറും കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഇനി അപ്പൊ അത് നോക്കാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം സ്റ്റെബിലിറ്റി ചാർട്ട്. നമുക്കൊരു സ്ലോപ്പ് തന്നു കഴിഞ്ഞാൽ അതിൽ സ്ലോപ്പിന്റെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാം. അത് സ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ചാർട്ടാണ് സ്റ്റെബിലിറ്റി ചാർട്ട്. അതിൽ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ ആണ് CM ഡിവൈഡഡ് ബൈ ഗാമ എച്ച് ഓർ C ഡിവൈഡഡ് ബൈ FC ഗാമ എച്ച്. CM എന്ന് പറഞ്ഞാൽ മൊബിലൈസ്ഡ് കോഫിഷ്യൻ, ഗാമ എന്ന് പറഞ്ഞാൽ ആ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ്, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ലോപ്പിന്റെ ഹൈറ്റ്. ഓക്കെ, ഇനി മൊബിലൈസ്ഡ് കോഫിഷ്യന് പകരം നമ്മൾ സിംപ്ലി സോയിലിന്റെ കോഫിഷ്യൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ C ഡിവൈഡഡ് ബൈ FC ഗാമ എച്ച്. C എന്ന് പറഞ്ഞാൽ കോഫിഷ്യൻ, FC എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഫിഷ്യൻ, ഗാമ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഈ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ദെൻ ഈ സ്റ്റെബിലിറ്റി നമ്പറിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയും. സ്റ്റെബിലിറ്റി നമ്പറിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്നായിരിക്കും പറയുക. സ്റ്റെബിലിറ്റി നമ്പർ ഒരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെബിലിറ്റി നമ്പർ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. സ്റ്റെബിലിറ്റി ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ചാർട്ടിൽ സ്റ്റെബിലിറ്റി നമ്പർ ഉണ്ടാവും, സ്ലോപ്പ് ആംഗിൾ എത്ര ഇൻക്ലിനേഷനിലാണ് ആ സ്ലോപ്പ് ഇരിക്കുന്നത് അതാണ് സ്ലോപ്പ് ആംഗിൾ ഉണ്ടാവും, ദെൻ ഫ്രിക്ഷൻ ആംഗിൾ ഫൈ, ഷിയറിംഗ് ആംഗിൾ ഫൈയുടെ വാല്യൂ കാണും. ദെൻ അത് കൂടാതെ ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളായിരിക്കും യൂഷ്വലി നമ്മൾക്കൊരു സ്റ്റെബിലിറ്റി ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. അത് കൂടാതെ 5 പാരാമീറ്റേഴ്സ് CM, ഗാമ, എച്ച്, ഐ, ഫൈ, ഇത്രയും പാരാമീറ്റേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെബിലിറ്റി ചാർട്ട് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ആ ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഒരു കൊഹസീവ് സോയിൽ ആണെങ്കിൽ, പ്യുവർലി കൊഹസീവ് സോയിൽ ആണ് എങ്കിൽ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഷിയർ ചെയ്ത് പോവോ? ഒരു കൊഹസീവ് സോയിലിന് എക്സാമ്പിൾ പറയാമോ? കൊഹസീവ് നേച്ചർ ഉള്ള സോയിൽ കൊഹസീവോ? ക്ലേ. സാൻഡ് അല്ലെങ്കിൽ ക്ലേ. കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ ആണ്. കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ. കൊഹഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താ, പാർട്ടിക്കിൾസ് തമ്മിൽ അഡ്ഹെയർ ചെയ്തിരിക്കാനുള്ള കപ്പാസിറ്റി. അത് സാൻഡിനാണോ ക്ലേക്കാണോ കൂടുതൽ? സാൻഡിനില്ല. അപ്പം സാൻഡിനെ നമ്മൾ കൊഹഷൻ ലെസ് സോയിൽ എന്ന് പറയും, ക്ലേയെ നമ്മൾ കൊഹസീവ് സോയിൽ എന്ന് പറയും. അപ്പൊ ഈ 2 സോയിലുണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 സോയിലില് ഷിയർ ചെയ്ത് പോവാനുള്ള ടെംപ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഷിയറിംഗ് എന്ന് പറയുന്ന ആ ഫിനോമിനൻ നടക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഏതിനായിരിക്കും? സാധാരണ ഷിയർ ചെയ്യില്ലേ, നമ്മൾ ഷിയർ സ്ട്രെസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഷിയർ സ്ട്രെസ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഏതിനായിരിക്കും? ക്ലേക്കായിരിക്കോ സാൻഡിനായിരിക്കോ? സാൻഡിനാണ് എന്ത് ഷിയർ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ കൂടുതൽ. അങ്ങനെ ഷിയർ ചെയ്യുന്ന ഒരു സോയിലിനാണ് എന്തുണ്ടാവുള്ളൂ, ഫൈ വാല്യൂ ഉണ്ടാവുള്ളൂ, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഒരു കൊഹസീവ് സോയിലാണെങ്കിൽ അതിന് യൂഷ്വലി ഫൈയുടെ വാല്യൂ അല്ലെങ്കിൽ മൊബിലൈസ്ഡ് ഫൈ എന്ന് പറയുന്നത് യൂഷ്വലി എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലേക്ക് ഷിയർ ചെയ്ത് പോകാനുള്ള ടെംപ്റ്റേഷൻ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി 5M കൺസിഡർ ചെയ്യുന്നത്. കൊഹസീവ് ആണെങ്കിൽ ആ 5Mന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു ടേം ഉണ്ട് DF. DF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഹാർഡ് സ്ട്രാറ്റം ബിലോ ദി ടോപ്പ് ഓഫ് ദി സ്ലോപ്പ്. സ്ലോപ്പ് എവിടെയാണോ
ഡെപ്ത് ഓഫ് ഹാർഡ് സ്ട്രാറ്റം ബിലോ ടോപ്പ് ഓഫ് ദി സ്ലോപ്പ്. സ്ലോപ്പിന്റെ മുകളിൽ നിന്ന് ഒരു ഹാർഡ് സ്ട്രാറ്റം വരെയുള്ള ഡെപ്ത് ആണ് ആദ്യത്തെ ഡെപ്ത്, ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി സ്ലോപ്പ്. ആ റേഷ്യോനെയാണ് നമ്മൾ ഡി എഫ് എന്ന് പറയാം. അപ്പം ഈ ഡി എഫും ഫൈയുടെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യാം, സ്റ്റെബിലിറ്റി ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം സ്റ്റെബിലിറ്റി ചാർട്ട്. ഇതാണ് സ്റ്റെബിലിറ്റി ചാർട്ട്. ഈ രണ്ട് ചാർട്ട് ഉണ്ട്. ആദ്യത്തെ ചാർട്ട് സ്ലോപ്പ് ആംഗിളും ഫൈയുടെ വാല്യൂ കണ്ടോ, ഫൈ പല ഷിയർ ചെയ്ത് പോകുന്ന പല ആംഗിളിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണിത്. അതിൽ നിന്ന് സ്ലോപ്പ് ആംഗിളും നമുക്ക് അറിയാമെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് ഈ വൈ ആക്സിസിൽ നിന്ന് റീഡ് ചെയ്യാം. ഓക്കെ, അതൊരു ഇത്. രണ്ടാമത് ഒരു ഗ്രാഫും കൂടെ ഉണ്ട്. ഇത് ഇവിടെ ഡി എഫ് ആണ്, എക്സ് ആക്സിസിൽ ഡി എഫ് നമ്മൾ കണ്ടുപിടിച്ച റേഷ്യോ, ഹാർഡ് സ്ട്രാറ്റത്തിൽ നിന്ന് സ്ലോപ്പിന്റെ ടോപ്പ് വരെയുള്ള ഡെപ്ത് ഡിവൈഡഡ് ബൈ സ്ലോപ്പിന്റെ ഹൈറ്റ്. ആ റേഷ്യോ ആണ് ഡി എഫ്. അതും ഫൈയുടെ ഐയുടെ വാല്യൂ, സ്ലോപ്പ് ആംഗിളിന്റെ വാല്യൂസ് ആണിത് ഐ. അതും അറിയാമെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ റീഡ് ചെയ്യാം. ഓക്കെ, അത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. രണ്ട് ചാർട്ട് ഉണ്ട്. ഇതാണ് ആ രണ്ട് ചാർട്ട്. ഓക്കെ, ഇവിടെ ഐയും സ്ലോപ്പ് ആംഗിളും ഫൈയും അറിയാം എങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ റീഡ് ചെയ്യാം. ഇവിടെ ഇത് ഐ ആണ്, സ്ലോപ്പ് ആംഗിൾ ഐയും അറിയാം, ഡി എഫും അറിയാം എങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ റീഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആ ഗ്രാഫിന് ചാർട്ട് ഫോമിലേക്ക് ആക്കിയിരിക്കുന്നതാണ് ഇത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് സ്റ്റെബിലിറ്റി ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ചാർട്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒരു ഗിവൺ സാമ്പിളിനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോപ്ഡ് സർഫസ് നമുക്ക് തന്നു, അതിന്റെ സ്റ്റെബിലിറ്റി നമ്പർ ഇത്രയാണ്. ആ സ്റ്റെബിലിറ്റി നമ്പർ വെച്ചിട്ട് ഈ സ്ലോപ്പ് സേഫ് ആണോ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് നമുക്ക് പറയാം ആ സ്ലോപ്പ് സ്റ്റേബിൾ ആണ്. അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ സ്റ്റെബിലിറ്റി നമ്പർ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പ്, നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടി, ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി കറസ്പോണ്ടിങ് എത്രത്തോളം സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് നമുക്ക് ആ സർഫസിന് പ്രൊവൈഡ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെബിലിറ്റി ചാർട്ട് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ കൊണ്ടുള്ള നമുക്ക് ഉപയോഗം. ഒന്നാമത്തെ, ഒരു ഗിവൺ സ്ലോപ്പിന് എത്രത്തോളം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്, അത് സേഫ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, എത്രത്തോളം സ്റ്റീപ്പ് സ്ലോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. SN ഈസ് ഈക്വൽ ടു ആദ്യം പഠിച്ചില്ലേ, ആ ഇക്വേഷൻ വെച്ചിട്ടാണ് എല്ലാ പ്രോബ്ലവും ചെയ്യുക. നമുക്ക് ഗിവൺ സോയിൽ തരും, സ്റ്റെബിലിറ്റി നമ്പറും തരും, എന്നിട്ട് നമ്മളോട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ പറയും അല്ലെങ്കിൽ ഹൈറ്റ് കാണാൻ പറയും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കാണാം. ഇനി ഇതിനകത്ത് എന്തോ ഫൈവ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ ഓഫ് റിപ്പോസ് പോലത്തെ എന്തെങ്കിലും ആണോ? ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്, ഷിയർ ചെയ്ത് പോകുന്ന ആംഗിൾ ഫൈ. വെർട്ടിക്കലോ ആയിട്ടാണോ അത്? ഇല്ല ഇല്ല ഇല്ല, അത് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്, സോയിൽ തമ്മിൽ ഷിയർ ചെയ്ത് പോകുന്ന ആംഗിൾ ആണ്. അത് കാണിച്ചു തരാം. അതാണ് അതാ നമ്മള് ഗ്രാഫിക്കൽ മെത്തേഡ് നിങ്ങൾ വരക്കില്ലേ, പഠിക്കില്ലേ, അതിനകത്തുണ്ട് ഫൈ എവിടെയാന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ പ്രൊസീജിയർ പറയാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അതാ ഞാൻ പറയാത്ത. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. ഇനി സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ അത് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം, നമുക്ക് സ്റ്റെബിലിറ്റി നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത്, ആദ്യം കണ്ട ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യാവുള്ളൂ. നമ്മളോട് സ്റ്റെബിലിറ്റി നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നിട്ട് നമ്മളോട് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് കാണാൻ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് ചെയ്യാവുള്ളൂ. അപ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഇതാണ്. അത് പ്രോബ്ലം ഒരെണ്ണമുണ്ട്, താഴെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. FIയും അസ്യൂം ചെയ്യണം, ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ അസ്യൂം ചെയ്യണം ഒരു വാല്യൂ. അത് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം മൊബിലൈസ്ഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് 5M വാല്യൂ കണ്ടുപിടിക്കണം.
അതും കണ്ടുപിടിച്ചിട്ട് എഫ് സി കണ്ടുപിടിക്കണം. എഫ് സിയും എഫ് ഐയും എപ്പോഴാണോ ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂസ് ആയി കിട്ടുന്നത് അതിനുശേഷം ഗ്രാഫ് വരച്ചിട്ട് കോയിൻസൈഡ് ചെയ്ത് വേണം ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ. ഒരു പ്രോബ്ലം ഉണ്ട്, അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം മൈൻഡിലിടേണ്ടത്, ഒരു സബ്മേർജ്ഡ് സ്ലോപ്പ് ആണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ഒരു എർത്ത് ആൻഡ് സ്ലോപ്പ് ഒരു സബ്മേർജ്ഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് വെയിറ്റ് നമ്മൾ സാധാരണ എങ്ങനെയാണ്, സി ഡിവൈഡഡ് ബൈ എഫ് സി ഗാമ എച്ച് ആണ്. അവിടെ നമ്മൾ ഗാമ യൂസ് ചെയ്യുമ്പം സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം കൊടുക്കാൻ. ഗാമയ്ക്ക് പകരം ഗാമ ഡാഷ് കൊടുത്തു വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. രണ്ടാമത്തത് കാര്യം. മൂന്നാമത്തത്, ഒരു സഡൻ ഡ്രോ ഡൗൺ ആണ്. പെട്ടെന്ന് എന്താണ്, ഒരു ഡ്രോ ഡൗൺ ചെയ്തു പോകുന്ന ഒരു സൈറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്റ്റെബിലിറ്റി നമ്പർ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ മൈൻഡിലിടുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റെബിലിറ്റി. ഈ മൊഡ്യൂളിൻ്റെ ഹാഫ് പോർഷൻ ഇത്രയേ ഉള്ളൂ. പിന്നെയുള്ള ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഒരു 2 പ്രോബ്ലം ചെയ്യാമോ? അത് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ വിടാം. ഇനി എഴുതി വെക്കാൻ ഇന്ന് തന്നെ എഴുതി വെക്കണം എന്നുള്ളവരെ എഴുതി വെച്ചോ. ഇതിനകത്തൊരു 4-5 പ്രോബ്ലം ഉണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോബ്ലം 1-2 പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ വിടട്ടെ? 8:30 വിടട്ടെ? ഹലോ, ഹലോ. എന്നുവെച്ചാൽ ഒരു ടച്ച് ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ വിടാം. ഇന്ന് എഴുതി വെക്കണം എന്നുള്ളവർക്ക് ഇന്ന് എഴുതി വെക്കാം. ഇനി ടൈം പോലെ സൺഡേ വരെ ഞാൻ ടൈം തരാം, എനിക്ക് വിരോധമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ പ്രോബ്ലം മൊത്തം തീർത്ത സെക്ഷൻ അങ്ങ് തീർത്തു പോകും. എങ്ങനെയാണ്? ഈ സെക്ഷൻ അങ്ങ് തീർന്നു പോകും ഇന്നത്തെ ക്ലാസ് കൊണ്ട്. അത്രേ ഉള്ളൂ, ഈ പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇത് ഷുവർ ക്വസ്റ്റ്യനാ യൂണിവേഴ്സിറ്റി എക്സാമിന്. സ്റ്റെബിലിറ്റി ചാർട്ട്, സ്റ്റെബിലിറ്റി നമ്പർ, യൂസസ്. സൺഡേ വെച്ചാൽ മതി, ഇന്ന് വെക്കണമെന്നില്ല. സൺഡേ വെച്ചാൽ മതി. സൺഡേ രാത്രി 10 മണിക്ക് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? ആയിത്തെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷനിൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. നിങ്ങൾ ആ ചാർട്ട് ഒന്നും അറ്റസ്റ്റ് ചെയ്യണ്ട. SNന്റെ വാല്യൂ ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിലൊക്കെ അതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഉണ്ടോ നോക്കട്ടെ. എനിക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. മാർക്ക് ഡിപ്പെൻസ് ആണ് കേട്ടോ. ചിലപ്പോൾ മാർക്ക് ഉണ്ടാവും, ഇതിലില്ല. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. മിക്ക ക്വസ്റ്റ്യൻസിലും ഉണ്ട് സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രോബ്ലം. ഇതിലും തിയറിയാ ചോദിച്ചേക്കുന്നത്. കണ്ടോ? Calculate the factor of safety with respect to coefficient of a clay slope laid at 1 in 2 meter height of 10 meter. 10 മാർക്കായതിന്. Coefficient 25, angle of internal friction 10 degree, gamma 19. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പാർട്ട് വെച്ചാൽ ക്രിട്ടിക്കൽ ഹൈറ്റ് എന്താണ്, സ്റ്റെബിലിറ്റി നമ്പർ ക്വസ്റ്റ്യനിൽ തരും. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ഞാൻ ഇത് ചെയ്യിക്കാം. ഈ ക്വസ്റ്റ്യൻ എഴുതാം. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ചെറിയൊരു ഇതേ ഉള്ളൂ, ആ ക്രിട്ടിക്കൽ ഹൈറ്റ് കാണാൻ. ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിച്ചാൽ ക്രിട്ടിക്കൽ ഹൈറ്റ് കാണാൻ വളരെ എളുപ്പമാണ്. ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി. 10 മാർക്ക് ആ ക്വസ്റ്റ്യന്. ഇതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. 5 മാർക്കിനും 6 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാം. 3 മാർക്കിന് വരെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഭയങ്കര ചെറുതാണ്.
ഇത് ഇതുപോലത്തെ തന്നെ സെയിം ക്വസ്റ്റ്യൻ താഴെ ഇപ്പൊ ഞാൻ ആ യൂണിവേഴ്സിറ്റി എക്സാമിന് കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ കണ്ടോ, കാൽക്കുലേറ്റ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ളൂ. അതില് 10 മാർക്കിന്റെ ക്വസ്റ്റിന് ഒരു 6 മാർക്കോളം ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാനാ, ബാക്കി 4 മാർക്ക് ക്രിട്ടിക്കൽ ഹൈറ്റ് കാണാനാ. ക്രിട്ടിക്കൽ ഹൈറ്റ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാ. അത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ആദ്യം ഒരു ഐഡിയ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയാന്ന് ചെയ്യണേ. ഈ സിമ്പിൾ ക്വസ്റ്റ്യനാ, ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും, ഒരു മിസ്റ്റേക്ക് ഇല്ല. ആ ഇക്വേഷൻ അത് മറന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ച ആ ക്വസ്റ്റ്യൻ ഇല്ല, ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കാം. ഞാൻ ലൈവ് മറ്റേ റെഗുലർ ക്ലാസ്സിലും ചെയ്യിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇതിലുള്ള 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്. ഈ 5 ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ അതൊന്ന്, അതല്ലാതെ ചോദിച്ച 2 വെറൈറ്റി ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് അതിനകത്ത്. ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കാം. രണ്ട് ക്വസ്റ്റ്യൻ ഇല്ല, ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ ക്രിട്ടിക്കൽ ഹൈറ്റ്, മറ്റത് തൊട്ട് മുകളിലത്തെ പോർഷനിൽ നിന്ന്, ആ മോഡ്യൂളിന്റെ ആദ്യത്തെ പോർഷനിൽ നിന്ന് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. ഒരു വെർട്ടിക്കൽ കട്ട്, ഒരു ക്ലേ ഡെപ്പോസിറ്റ് ആയിരുന്നു, വെർട്ടിക്കൽ കട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നമ്മളോട് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ കൊഹിഷൻ ആണ്, ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്. ക്ലേ ആണെങ്കിൽ യൂഷ്വലി ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും. അത് നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യനിലെ സോയിൽ ഏതാണെന്ന് നോക്കുക, സാൻഡ് ആണോ സോയിലാണോ ക്ലേ ആണോ എന്നുള്ളത് നോക്കുക. അതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ യൂണിറ്റ് വെയിറ്റ്, ആ സോയിലിലെ യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദി കട്ട് വിച്ച് ക്യാൻ ബി ടെമ്പറലി സപ്പോർട്ടഡ്. ടെമ്പറലി നമുക്ക് ആ കട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതില് നമുക്ക് അപ്പം ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കണേ. നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ കാണാനുള്ള ഇക്വേഷൻ C/FC ഗാമ H ആണെന്ന് അറിയാം. C തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്, ഹൈറ്റ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുമില്ല. ക്വസ്റ്റ്യനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി തരാതെയാണ് ഹൈറ്റ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഹിഷന്റെ വാല്യൂ ഓൾവേസ് 1 ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, അസ്യൂം ചെയ്യുക FC-യുടെ വാല്യൂ 1 ആയിട്ട്. 1ഉം അതിൽ കൂടുതലും ആണെങ്കിലാണ് എപ്പോഴും സ്റ്റേബിൾ ആവുന്നത്. അപ്പം മിനിമം എപ്പോഴും എന്ത് വേണം? 1 വേണം. അതുകൊണ്ട് FC നമ്മൾ അസ്യൂം ചെയ്യും 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? സ്റ്റെബിലിറ്റി നമ്പർ അറിയണം. ഓക്കെ, സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ഐയുടെ വാല്യൂവും ഫൈയുടെ വാല്യൂവും അറിയാമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ കാണാം. പിന്നെന്താണ്? DFന്റെ വാല്യൂ, ഡെപ്തും ഐയും അല്ലായിരുന്നു. സെക്കൻഡ്, DFന്റെ വാല്യൂ ഐയുടെ വാല്യൂ ആയിരുന്നു 5 ആണോ? ഒരു മിനിറ്റ്, ഇപ്പൊ പറയാവേ, പെട്ടെന്ന് മറന്നു. 2 ചാർട്ടില് DFും ഐയും, പിന്നെന്താണ്? DFും ഐയും അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? DFും ഐയും അറിയാമെങ്കിലും SN കാണാം. ഐയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ അറിയാമെങ്കിലും SN കാണാം. നമ്മുടെ 2 ടേബിൾ ഉണ്ട് തൊട്ട് മുകളിൽ, ആ ടേബിളിൽ നിന്ന് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇവിടെ ഐയുടെ വാല്യൂ അറിയാമോ? ക്വസ്റ്റ്യനില് ഐയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ആ, ഐയുടെ വാല്യൂ തന്നിട്ടില്ല, വെർട്ടിക്കൽ ആയതുകൊണ്ട് 90 എടുക്കണം. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം. ഇവിടെ വെർട്ടിക്കൽ കട്ട ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇപ്പൊ വെർട്ടിക്കൽ കട്ട ആവുമ്പോൾ സ്ലോപ്പിനുള്ള ആംഗിൾ എത്രയായിരിക്കണം? അതായത് സ്ലോപ്പ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും?
ആ കട്ട് എത്ര സ്ലോപ്പിലായിരിക്കും ഇരിക്കണേ? വെർട്ടിക്കൽ ആണ് കട്ട്, സ്ലോപ്ഡ് കട്ടല്ല. ഓക്കെ, കട്ട് ചെയ്തു, പക്ഷെ അത് സ്ലോപ്പ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്ലോപ്പിന്റെ ആംഗിൾ എത്രയാണ്? വെർട്ടിക്കൽ കട്ട് ആയത് കൊണ്ട് 90 ഡിഗ്രി ആണ്. സോയില് ക്ലേ ആയതുകൊണ്ട് ഫൈയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂക്കും കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് ആ ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. നിങ്ങള് നോട്ടില് ഫോണിൽ ഓപ്പൺ ചെയ്ത് വെക്കോ. ഞാൻ ഇനി ഇത് സ്ക്രീൻ മൂവ് ചെയ്യണ്ടേ, കാണിച്ചു തരാം. ഇത് ഈ DF എന്ന് ഉദ്ദേശിക്കുന്നത് DF വന്നില്ല ഈ ടൈമിന്. DF ഇല്ല, അത് അവിടെ നിൽക്കട്ടെ. DF എന്ന് പറഞ്ഞാൽ DF എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ് ശരിക്കും, അതൊരു റേഷ്യോ ആണ്. ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ലോപ്പിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ആ സ്ലോപ്പിന്റെ ടോപ്പ് തൊട്ട് ഒരു ഹാർഡ് സ്ട്രാറ്റം എവിടെയാണോ ഗ്രൗണ്ടിൽ വരുന്നത് അതുവരെയുള്ള ഡെപ്ത് ഡിവൈഡഡ് ബൈ ആ സ്ലോപ്പിന്റെ ഹൈറ്റ് ആണ്. ആ റേഷ്യോ ആണ് DF. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ ഐയും അറിയാം ഫൈയും അറിയാം. ഐയുടെ വാല്യൂ 90 ആണ്, ഫൈയുടെ വാല്യൂ 0 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഈ ചാർട്ടിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പർ എത്ര കിട്ടുമെന്ന് പറ. ഐയുടെ വാല്യൂ 90, ഫൈയുടെ വാല്യൂ 0. സ്റ്റെബിലിറ്റി നമ്പർ എത്രയാ? 0.261. അപ്പൊ എഴുതാ ഫോർ ഐ ഈക്വൽ ടു 90, ഫൈ ഈസ് ഈക്വൽ ടു 0, stability number Sn is equal to stability number. Height hello 7.18 കിട്ടിയില്ലേ? അപ്പം ഇതൊരു സിമ്പിൾ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ ഇത് ഇങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. മിസ്സേ ആ ടേബിള് നമുക്ക് തരുമോ പരീക്ഷയ്ക്ക്? ടേബിള് തരില്ല, ഞാൻ കാണിച്ചു തരാം. ദേ ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കണ്ടോ, ഒരു സാധനവും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് കേൾക്കണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ വാല്യൂസും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സാമിന് വാല്യൂ ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള പ്രൊവിഷൻ സ്കീമിൽ ഉണ്ടാവും. ഇനി ഇൻ കേസ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് എങ്ങാനും ബൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ കയറി കഴിയുമ്പം എങ്ങാനും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തോളാം. യൂഷ്വലി അങ്ങനെ വേണ്ടി വരാറില്ല. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻസ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അന്നേരം ആൻസർ ചെയ്ത് കൊടുത്തു വിടാറുണ്ട്. അതല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൈ കിട്ടാറില്ല. നിങ്ങൾ എഴുതി കഴിഞ്ഞ് പുറത്ത് പിള്ളേർ ഇറങ്ങുമ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ യൂഷ്വലി എൻ്റെ കൈക്ക് പോലും കിട്ടാറുള്ളൂ.
അപ്പം നമുക്ക് ആ ടൈമിൽ ഇൻ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനുള്ള കൺവീനിയൻസ് എത്തിച്ചു തന്നോളാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ സ്റ്റെബിലിറ്റി നമ്പർ തന്നിട്ടുണ്ട്, ഒരു വാല്യൂ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് കയറ്റണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ ഉണ്ട്, ക്വസ്റ്റ്യൻ തരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് വാല്യൂവിൽ ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ആൻസറിലല്ല, പറയാം എന്താന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് ചില ആംഗിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ റീഡ് ചെയ്യാനുണ്ടാവില്ല ചാർട്ടിൽ നിന്ന്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ സ്റ്റെബിലിറ്റി നമ്പർ തരും. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി മിസ്സേ. ഇതില് കുറച്ച് ഡിഫറെൻ്റ് ആണ്. എ cut off depth 10 meter is made in a cohesive soil deposit. C is equal to 30 kilonewton. 5 ഗാമയും തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് there is a hard stratum under the cohesive soil at a depth of 12 meter below the original ground surface. If the factor of safety is 1.5, determine safe slope. എത്ര സ്ലോപ്പ് കൊടുക്കാമെന്ന് കണ്ടുപിടിക്കണം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി നോക്കുക. ഒരു കട്ട് ഉണ്ടാക്കി, ആ കട്ടിൻ്റെ ഹൈറ്റ്, അതായത് സ്ലോപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ ആണ് സ്ലോപ്പിൻ്റെ ഹൈറ്റ്. There is a hard stratum under cohesive soil at a depth of 12 meter below the original ground surface. ഒറിജിനൽ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് പിന്നെയും എന്താണ് 12 മീറ്റർ താഴെയാണ് ഒരു ഹാർഡ് സ്ട്രാറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഹാർഡ് സ്ട്രാറ്റത്തിൻ്റെ ഡെപ്ത് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായാം DF എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ചാലാണ് സ്റ്റെബിലിറ്റി നമ്പർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ DF എന്ന് പറയുന്നത് എന്താണ്? ഫിഗർ ഒന്ന് ജസ്റ്റ് വരയ്ക്കോ? ഫിഗറാ? സ്ലോപ്പിന്റെ ഫിഗർ ഈ 12 10 എവിടെ നിന്ന് എടുക്കണമെന്ന് ഒരു സംശയം. 12 10 പറഞ്ഞില്ല, 2 ഹൈറ്റ് പറഞ്ഞല്ലോ. 2 ഹൈറ്റ് പറഞ്ഞു. ഇപ്പം ഒറിജിനൽ ഒരു ഇപ്പൊ എന്താ പറയാ വെർട്ടിക്കൽ കട്ടാണ്. ഇതൊരു 10 മീറ്റർ എന്ന് പറഞ്ഞു. ഈ താഴെ വരെ ഇത് 12 മീറ്റർ. ഓക്കെ, ഇങ്ങനെ ഒരു ഇതാന്ന് വിചാരിച്ചു. ഇതിപ്പം സ്ലോപ്പ് ഞാൻ വരച്ചത് ഒരു വെർട്ടിക്കൽ കട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൽ പറയണത് എന്താന്ന് വെച്ചാൽ ശരിക്കും ആ സ്ലോപ്പിന്റെ ടോപ്പ് തൊട്ട് ഇതാണ് ഒറിജിനൽ, ഇത് ഗ്രൗണ്ട് സർഫസ് ആണ് ഈ നോളിൽ.
ഈ ഗ്രൗണ്ട് സർഫസ് നിന്ന് ഒരു ഹാർഡ് സ്ട്രാറ്റം, അതായത് ഒരു ഹാർഡായിട്ടുള്ളൊരു സ്ട്രാറ്റം എത്തുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. പക്ഷേ നമ്മൾ ഒരു കൊഹസി സോയിലായിരുന്നു, അതിലൊരു സ്ലോപ്ഡ് സർഫസ് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ കട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര ഹൈറ്റിലാണ്? 10 മീറ്റർ ഹൈറ്റിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ആ കട്ട് ഫോം ചെയ്തിട്ടുള്ളൂ. അതാണ് ഉദ്ദേശിക്കണത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഞാൻ ആദ്യം വിചാരിച്ചേ താഴേന്ന് 12 ഉണ്ട്, അപ്പൊ 22 മൊത്തം വരുമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് അങ്ങനെ അല്ല, കണ്ടോ, ഒറിജിനൽ ഗ്രൗണ്ട് സർഫസ് ബിലോ ദി ഒറിജിനൽ ഗ്രൗണ്ട് സർഫസ്. അപ്പം ഗ്രൗണ്ട് സർഫസ് ഇതാണ്. ആ ഗ്രൗണ്ട് സർഫസിൽ നിന്നാണല്ലോ നമ്മൾ എന്തായാലും കട്ട് ചെയ്തെടുത്തേക്കണേ. ഇത് താഴേക്ക് തന്നെയാണ് പറഞ്ഞേക്കണേ. ഇനി അപ്പൊ ആ ഹാർഡ് സ്ട്രാറ്റം എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹാർഡ് സ്ട്രാറ്റം എന്ന് പറഞ്ഞ ഡെപ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. DF എന്ന് പറഞ്ഞ ടേം കാണണം. DF കാണുന്നത് എങ്ങനെയാണ്? ഹാർഡ് സ്ട്രാറ്റം വരെയുള്ള ഡെപ്ത് ഡിവൈഡഡ് ബൈ ആ സ്ലോപ്പിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് 1.2 എന്ന് റേഷ്യോ കിട്ടും. ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സ്റ്റെബിലിറ്റി നമ്പർ ആണ് നമുക്ക് വേണ്ടത്. C ഡിവൈഡഡ് ബൈ FC ഗാമ H. അപ്പം DF അറിയാം. നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്ലോപ്പാണ്. സ്ലോപ്പ് സേഫ് സ്ലോപ്പാണ്, അതായത് ഈ ആംഗിൾ ആണ് കാണാൻ പറയുന്നത്. ഐയുടെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? DF അറിയാം. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കണം. സ്റ്റെബിലിറ്റി നമ്പറും DFും അറിയാമെങ്കിൽ നമുക്ക് ആ ചാർട്ടിൽ നിന്ന് എന്ത് ചെയ്യാം? ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാം. തിരിച്ച് ഐയുടെ വാല്യൂ തന്നില്ല, ഐയുടെ വാല്യൂ തന്നിട്ട് സ്റ്റെബിലിറ്റി നമ്പർ കാണാൻ ചോദിക്കാം. ഇവിടെ തിരിച്ചാ ചോദിച്ചേക്കണേ. സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കാം. കോഫിഷ്യൻ തന്നിട്ടുണ്ട്, FC തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റെബിലിറ്റി നമ്പർ ഇത്ര വന്ന് കിട്ടും. ആ സ്റ്റെബിലിറ്റി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ DF നമുക്കറിയാം 1.2 ആണ്. ഇത് രണ്ടും വെച്ചിട്ട് ആ ചാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? ഐയുടെ വാല്യൂ റീഡ് ചെയ്യുക. ക്ലിയർ ആയോ? ആ ചാർട്ടിൽ നോക്കുക. സ്റ്റെബിലിറ്റി നമ്പർ 0.105ഉം DF 1.2 ആണ്. അപ്പൊ കറസ്പോണ്ടിങ് ഐയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. സ്റ്റെബിലിറ്റി നമ്പർ 0.105 ആണ്. DFന്റെ വാല്യൂ 1.2. മിസ്സേ, അപ്പൊ ഒരു പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. ചാർട്ട് ഇല്ലാതെ നമ്മളിപ്പോ ഈ പരീക്ഷാ ഹാളിൽ നമ്മൾക്ക് ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മള് സ്ലോപ്പ് കണ്ടുപിടിക്കും? നിങ്ങൾ അതല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതിപ്പോ ഞാൻ ആ ചാർട്ട് റീഡ് ചെയ്യാൻ എങ്ങനെ പഠിക്കാം, അതാണ് ഞാനിപ്പോ ക്ലാസ്സിൽ പറയുമ്പോൾ ചെയ്യിക്കണേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇപ്പം ഏതെങ്കിലും ഒരു ടേം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. DF ഇത്രയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റി നമ്പർ ഇത്ര, അങ്ങനെ നിങ്ങൾക്ക് തരും. അതോർത്ത് നിങ്ങൾ വറി ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, അതിപ്പോൾ സ്റ്റെബിലിറ്റി നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് കാണാം. ഓക്കെ. ഇനി അതല്ല, അതിൽ നിന്ന് ഐയുടെ വാല്യൂ ആണ്, ഹൈറ്റ് ആണോ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണോ, എന്തോ ആണെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം, ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അപ്പം അറിയാലോ. ചാർട്ട് കാണിക്കണോ ഞാൻ? ഹലോ മിസ്സേ, ആ ചാർട്ടിൽ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ചാർട്ട് എടുത്തോ ഫോണില്? ആദ്യത്തെ ചാർട്ട് എടുക്കുക. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ ചാർട്ട്. നമ്മൾക്ക് DFന്റെ വാല്യൂ അറിയാം 1.2. DF എത്രയൊക്കെ വാല്യൂ ഉണ്ട് അതിനകത്ത്? 1 ഉണ്ട്, 1.5 ഉണ്ട്. അതിന്റെ ഇടയിലാണെന്ന് മനസ്സിലായില്ലേ? കണ്ടോ രണ്ടാമത്തെ ചാർട്ട്? ഞാൻ ഇനി ഇതിനകത്ത് കാണിച്ചു തരാം. കണ്ടോ?
കണ്ടോ ഡി എഫിന്റെ വാല്യൂ 1-നും 1.5-നും ഇടയ്ക്കാ. 1 കഴിഞ്ഞ് ഇതിനകത്ത് 1.5 ഉള്ളൂ. നമുക്ക് എത്ര കിട്ടിയാണ് ഡി എഫിന്റെ വാല്യൂ? 1.2. 1.2 ആണ്. 1.2-ന് നമുക്ക് കിട്ടിയ സ്റ്റെബിലിറ്റി നമ്പർ എത്രയാ? 0.105 അല്ലേ? 105. അത് ഏത് വാല്യൂവിന് ഇടയിൽ വരും? ഈ ടേബിളിൽ നോക്കി, ഈ രണ്ട് ടേബിളിൽ നോക്കുക, അതിന്റെ ഏത് വാല്യൂവിനും ഇടയ്ക്ക് വരും? 0.083-ക്കും 0.128-നും ഇടയ്ക്കല്ലേ വരണേ? സ്റ്റെബിലിറ്റി നമ്പർ 0.083-ക്കും 0.128-നും ഇടയിലല്ലേ വരണേ? 0.105. അപ്പൊ ആ ആംഗിൾ എത്രയാണ്? ലെഫ്റ്റ് സൈഡിലെ കാണിച്ചിരിക്കുന്ന ആംഗിള് 15 ഡിഗ്രി. വേണ്ട വേണ്ട, നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ അല്ലേ ഇന്റർപോളേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. ഈ റേഞ്ചിലുള്ളതാണെങ്കിൽ അത് 15 ആ വാല്യൂ 15. ഓക്കെ ഓക്കെ. ചാർട്ട് നോക്കിയിരിക്കും വിഷമിച്ചത്. ആ ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാമോ? ഈ 20B 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 എഴുതിയ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എഴുതിയോ? ആദ്യത്തെ പാർട്ട് ചെയ്യാമോ? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണം. അതായത് FC-യുടെ വാല്യൂ, സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, കോഫിഷ്യന്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ഗാമയും തന്നിട്ടുണ്ട്.
അതിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഫിഷ്യൻ. എങ്ങനെ കാണാം? Sn ഈസ് ഈക്വൽ ടു സി ബൈ എഫ് സി ഗാമ എച്ച് ആണ്. നമുക്ക് എഫ് സി ആണ് കാണേണ്ടത്. സ്റ്റെബിലിറ്റി നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് സി ഈസ് ഈക്വൽ ടു എന്ത് വരും? സി ബൈ എസ് എൻ ഗാമ എച്ച്. എത്ര വരും? 25 ബൈ 0.064 ഇൻറ്റു 19 അല്ലായിരുന്നോ? 19 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 10. ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര കിട്ടുമെന്ന് പറ. .06 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇനി ശ്രദ്ധിച്ച് നോക്ക്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താ ചോദിച്ചേക്കണേ? വാട്ട് വിൽ ബി ദി ക്രിട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദി സ്ലോപ്പ് ഇൻ ദി സോയിൽ? ആ സോയിലിന്റെ ക്രിട്ടിക്കൽ ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ ശരിക്കും ഉദ്ദേശിക്കണേ? ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയിൽ എത്ര ഹൈറ്റ് വരെ ആ സ്ലോപ്പിന് നമുക്ക് മാക്സിമം കൊടുക്കാം? ഇതാണ് ആ സോയിലിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി, കൊഹിഷന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പൊ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ട് നമുക്ക് ആ സോയിലിന് എത്ര ഹൈറ്റ് വരെ പൊക്കാൻ പറ്റും, അതാണ് ക്രിട്ടിക്കൽ ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? നിലവിൽ 10 മീറ്റർ ആണ് ഹൈറ്റ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടി 2.06 ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ എത്ര ഹൈറ്റ് വരെ നമുക്ക് പൊക്കാൻ പറ്റും? സൈഡ് സ്ലോപ്പ് തന്നിരിക്കണ ആ സൈഡ് സ്ലോപ്പ് വെച്ച് തന്നെയാണോ? ആ, സെയിം സ്ലോപ്പ് തന്നെ, ഒരു മാറ്റവും ഇല്ല. ക്രിട്ടിക്കൽ ഹൈറ്റ് സ്ലോപ്പ് മാറിയാലല്ലേ നമുക്ക് ഹൈറ്റിൽ ചേഞ്ച് വരും. ഇപ്പൊ ഈ സ്ലോപ്പ് തന്നെ. സിമ്പിളാ, വളരെ നിങ്ങൾ സിമ്പിളായി ചിന്തിക്ക്. ഒരു സാധനത്തിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്, നിലവിൽ അതിന് ഇത്രയാണ് ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റ് വരെ നമുക്ക് പൊക്കാൻ പറ്റും? ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാൽ എന്താണെന്ന് അറിയാമെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. എന്താ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാ? സിംപ്ലി ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താ? അത് അധികം ലോഡ് എടുക്കും എന്നുള്ളതല്ലേ? ഇത്ര ടൈംസ് കൂടുതൽ എടുക്കും. ഇത്ര ടൈംസ് കൂടുതൽ എടുക്കും. അതായത് അതിനൊരു നോർമൽ സ്ട്രെസ്സും ഉണ്ടാവും, ഒരു വർക്കിംഗ് സ്ട്രെസ്സും ഉണ്ടാവും, ഇല്ലേ? ആ റേഷ്യോ ആണ് ശരിക്കും എന്ത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പൊ ഹൈറ്റിന്റെ ടേംസിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിലവിലെ ഹൈറ്റ് ഇതാണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റ് വരെ അതിനെ പൊക്കാം? ഇൻറ്റു 2.06 വരെ ഇൻറ്റു 2.06 ചെയ്താൽ മതി. 10 ഇൻറ്റു 2.06 ക്രിട്ടിക്കൽ ഹൈറ്റ്. 10 മാർക്ക് കയ്യിലിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യനാ, പിള്ളേർ ചിന്തിക്കില്ല. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് മനസ്സിലായ ക്രിട്ടിക്കൽ ഹൈറ്റ്. ക്രിട്ടിക്കൽ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. ക്രിട്ടിക്കൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻറ്റു ഗിവൺ ഹൈറ്റ് ആണ്. 20.6 മീറ്റേഴ്സ് ആണ് ആൻസർ. ഇതൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. വെറൈറ്റി ആയിട്ട് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻ ആണത്. എല്ലാവരും ഫാക്ടർ ഓഫ് സേഫ്റ്റി വരെ കാണും, ക്രിട്ടിക്കൽ ഹൈറ്റ് വരുമ്പോൾ നിൽക്കും. അത് ചിന്തിക്കില്ല നമ്മൾ തൊട്ട് മുന്നേ എന്താ കണ്ടുപിടിച്ചത്. അതൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ശരിക്കും എന്താ ചെയ്യണേ? നമ്മൾ എക്സ്ട്രാ ഒരു കണ്ടീഷനാണ് അവിടെ. അങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഹൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ല, വേറെ സ്ട്രെസ്സിന്റെ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ശരിയാവില്ലോ എന്ന് ഓർത്താണ്. അതാണ് ഓവറായി ചിന്തിക്കണ്ട. ഭയങ്കര വ്യത്യാസം വരുന്ന കേസാണെങ്കിൽ പ്രശ്നമല്ല. അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണോ എന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിനകത്ത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ ആൻസർ 20.6 മീറ്റേഴ്സ് ആണ് ഹൈറ്റ്. ക്രിട്ടിക്കൽ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻറ്റു ഹൈറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് വളരെ വലുതായിട്ടും ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ടും ചോദിക്കാം, എങ്ങനെ വേണേലും ചോദിക്കാം. ഓക്കെ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പിയിട്ട് കണ്ടില്ല, നോക്കട്ടെ ഏതാന്ന്. അത് ഇതിൽ നിന്നാണോന്നും മറന്നുപോയി. ഇനി ഇതിനകത്തൊരു 3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ
കാണിച്ചു തരാം, പെട്ടെന്ന് വിടാം, നിങ്ങളെ വിടാം. ഈ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചെയ്തേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതെഴുതാമോ? എഴുതിയോ? എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയ സർ. ഓക്കെ, ഇത് ഒരു സഡൻ ഡ്രോ ഡൗൺ ആണ്. സഡൻ ഡ്രോ ഡൗൺ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റഡ് ടു എ സഡൻ ഡ്രോ ഡൗൺ. നമ്മളോട് ഫാക്ടർ ഓഫ് കോഫിഷ്യന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. സഡൻ ഡ്രോ ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതാണ് ചെയ്തേക്കണേ. എന്ത് ചെയ്തു? ഫൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. വെയ്റ്റഡ് ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഗാമ ഡാഷ് ബൈ ഗാമ സാറ്റ് ഇൻറ്റു 1/fi tan phi ഡാഷ്. ഓക്കെ, fi തന്നിട്ടില്ല, അപ്പം നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് 5w വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 5w അറിയാം, i തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് ആ സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ ക്വസ്റ്റ്യനിൽ തരും. ദെൻ എന്ത് ചെയ്യുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിച്ചു. അതാണ് ചെയ്തേക്കണേ. ക്ലിയർ ആയോ പറഞ്ഞത്? സഡൻ ഡ്രോ ഡൗൺ ആകുമ്പം വെയ്റ്റഡ് 5w കണ്ടുപിടിക്കണം. വെയ്റ്റഡ് 5w ആണ് ഈ കണ്ടുപിടിച്ചേക്കുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ആണിത്. സഡൻ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ഇരുന്ന് പോയി എന്താണ്, സ്ലോപ്പ് ഫെയിൽ ആവുകയാണ് ചെയ്യണേ സഡൻ ഡ്രോ ഡൗൺ കേസ് വരുമ്പോൾ. അത് എന്താന്ന് വെച്ചാൽ സഡൻ ഡ്രോ ഡൗൺ ആണെങ്കിൽ മിക്കവാറും ഫാക്ടർ ഓഫ് സേഫ്റ്റി സേഫ് ആകാറില്ല. ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ പറയുന്ന കേസിൽ 1 കുറഞ്ഞ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മോസ്റ്റ്ലി അങ്ങനെയാണ് കണ്ടേക്കണേ. ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് തന്നെയാണ് ഇത്. സഡൻ ഡ്രോ ഡൗൺ സംഭവിക്കുമ്പോൾ ഈ ഷിയർ ചെയ്ത് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് അതിനെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആയിട്ട് വേണം കാണാൻ. ഫൈയുടെ വാല്യൂ ചുമ്മാ 5 എന്ന് പറഞ്ഞാൽ പോരാ, ഈ സോയിലെല്ലാം ഇരുന്ന് പോരുമല്ലേ, അപ്പോൾ അവിടെ വാട്ടർ പ്രഷർ ഉണ്ടാവാം, സീപ്പേജ് പ്രഷർ ഉണ്ടാവാം, അങ്ങനെ പല പ്രഷർ ഉണ്ടാവാം. അപ്പോൾ ഈ ഷിയർ ചെയ്ത് പോകുന്നതിന് എന്തുണ്ടാവും? ആ ആംഗിൾ 5ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം വെയ്റ്റഡ് വാല്യൂസ് ആയിട്ട് വരും. ആ 5ക്ക് വ്യത്യാസം വരും. അതാണ് അവിടെ വെയ്റ്റഡ് ആവറേജ് എടുക്കാൻ കാരണം.
5W എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസേ ഉള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. പെട്ടെന്ന് അങ്ങ് മണ്ണ് ഇരുന്ന് പോകും. മണ്ണ് ഇങ്ങനെ ഊർന്നു പോരുമ്പം ആ മണ്ണിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രഷർ കൊണ്ട് സംഭവിക്കാം. അതുകൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് 5 എടുത്തിട്ട് വേണം ചെയ്യാനെന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ആ സഡൻ ഡ്രോഡൗണിന് കണ്ട 5W കാൽക്കുലേറ്റ് ചെയ്യുക. ആ 5W തന്നെയാണ് 5M. എന്നിട്ട് ഐയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പർ ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യുക. ദെൻ FC കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഇതിനകത്ത് 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് വിടാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സഡൻ എംബാക്ക്മെന്റ് ആണ്. സബ്മേർജ്ഡ് ആണ്. സബ്മേർജ്ഡ് എംബാക്ക്മെന്റ്. സബ്മേർജ്ഡ് എംബാക്ക്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളമുണ്ട്. സബ്മേർജ്ഡ് കണ്ടീഷനിലാണ് നമ്മുടെ സ്ലോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നാൽ സബ്മേർജ്ഡ് എംബാക്ക്മെന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഗാമ ഡാഷ് കൊടുക്കണം. അതായത് ഗാമ സാറ്റ് മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ കൊടുത്തിട്ട് വേണം ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ. ബാക്കി വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, സബ്മേർജ്ഡ് എംബാക്ക്മെന്റ് ആണ് എങ്കിൽ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നാൽ ഗാമ ഡാഷ് കൊടുക്കണം. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എടുക്കാവുള്ളൂ. ഓക്കെ, അതാണ് ആ 3 പോയിന്റ്സ്. അതാണ് ഇപ്പൊ പറഞ്ഞത് ആദ്യത്തെ. ഇനി ലാസ്റ്റ് പ്രോബ്ലം അതാണ്. ഫാക്ടർ ഓഫ് ഷിയർ സ്ട്രെങ്ത് കാണാനാ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി. ഇത് ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? 4th ക്വസ്റ്റ്യൻ. ഹലോ, അതിനകത്ത് ഗാമ സാറ്റ് എടുക്കണം. സബ്മേർജ്ഡ് എംബാക്ക്മെന്റ് ആണ്. സബ്മേർജ്ഡ് എംബാക്ക്മെന്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ, സ്റ്റെബിലിറ്റി കാണാനുള്ള ക്വസ്റ്റ്യനിലാണെങ്കിൽ അവിടെ നമ്മൾ ഗാമ ഒരിക്കലും കൊടുക്കരുത്. ഗാമ ഡാഷേ കൊടുക്കാവുള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ചിട്ടുള്ള വാല്യൂ വേണം സ്റ്റെബിലിറ്റി നമ്പർ കാണാൻ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിനകത്തെ ലാസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഞാൻ ഓടിച്ചു പറയാം, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അത്. ഇതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് കാണാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഫിഷ്യന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. സ്ലോപ്പ് ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. കോഫിഷ്യന്റ് 30 തന്നിട്ടുണ്ട്. ഫൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഷിയർ സ്ട്രെങ്ത് കാണുമ്പം നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ F5യുടെ വാല്യൂ അസ്യൂം ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. F5 എന്ന് പറയുന്നത് 1 ആയിട്ട് അസ്യൂം ചെയ്യണം. F5 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. tan 5 by tan 5m ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൊബിലൈസ്ഡ് 5mന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് ആണ് ചെയ്യുന്നതെങ്കിൽ, ചോദിച്ചിരിക്കുന്നതെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. F5 ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ. അതിന്റെ വാല്യൂ ഫ്രിക്ഷൻ. F5യുടെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്യണം. F5 കാണാനുള്ള ബേസിക് ഇക്വേഷൻ ഇതാണ്. tan 5 by tan 5m ആണ്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? tan 5m കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ 5m ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 5mന്റെ വാല്യൂ അറിയാം. ഐയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി നമ്പർ ചാർട്ടിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. 5യുടെ വാല്യൂ 5m കിട്ടിക്കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. അത് വെച്ചിട്ട് ടേബിളിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. സ്റ്റെബിലിറ്റി നമ്പർ കിട്ടി. ആ സ്റ്റെബിലിറ്റി നമ്പർ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തുകൊണ്ട് FCയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യണം. ആദ്യത്തെ വാല്യൂ F5 എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും ഫാക്ടർ ഓഫ് സേഫ്റ്റി 1ൽ കൂടുതൽ വേണം. അപ്പൊ അതുകൊണ്ട് മിനിമം 1 വേണോണ്ട് 1ൽ കൂടുതൽ വേണം അസ്യൂം ചെയ്യാൻ. അപ്പൊ ആദ്യം 1 അസ്യൂം ചെയ്തു.
എന്നിട്ട് എന്ത് ചെയ്തു? 5m കാൽക്കുലേറ്റ് ചെയ്തു. അതെങ്ങനെ ചെയ്യണേ? tan 5/tan 5m ഇക്വേഷൻ ഉണ്ട്, അതിൽ നിന്ന് 5mന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 5m കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഐയുടെ വാല്യൂ. അതിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഐയുടെ വാല്യൂ അതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഐ ആണോ 5 ആണോ ഏതോ ഒരു വാല്യൂ, ഇതിനകത്ത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. താഴേക്ക് വരുമ്പം ആംഗിൾ വരുമ്പോൾ ചില വാല്യൂസ് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പം നിങ്ങൾ ഇൻഫിനിറ്റിയുടെ വാല്യൂസ് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റെബിലിറ്റി നമ്പർ എടുക്കുക. ആ സ്റ്റെബിലിറ്റി നമ്പർ ഇക്വേഷനിൽ നിന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഫിഷ്യൻ കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ പ്രൊസീജിയർ? അപ്പം Fi ഈക്വൽ ടു 1 ആണെങ്കിൽ FCയുടെ വാല്യൂ കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഐയുടെ വാല്യൂ ആണ് ഇൻഫിനിറ്റി ആയിട്ട് ഇടുന്നത്. അല്ല, ഐയുടെ വാല്യൂ 40 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ല പിന്നെ ഏതോ ഇൻഫിനിറ്റി എടുക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെബിലിറ്റിയുടെ വാല്യൂ ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ചില സമയത്ത് നമുക്ക് ടേബിളിൽ നിന്ന് ഈ സ്റ്റെബിലിറ്റി നമ്പർ റീഡ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഫൈയുടെ വാല്യൂ വെച്ചിട്ട് ഏകദേശം അതിനകത്ത് ഇത്ര ഡിഗ്രി വരെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പം അതിന് ബിയോണ്ട് ദാറ്റ് ആ ഡിഗ്രി 53 സംതിങ് ഉള്ളൂ. 53ക്ക് മുകളിലേക്ക് നമുക്ക് അതിൽ നിന്ന് 50 മുകളിലേക്ക് കണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ ചാർട്ടിൽ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ആ ചാർട്ടിന്റെ. അപ്പം നമുക്ക് യൂഷ്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റി നമ്പർ തരും. ഓക്കെ, തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ലാസ്റ്റ് ആംഗിളിന്റെ വാല്യൂ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ഉള്ള റീഡിംഗ് എടുത്ത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് FC കണ്ടുപിടിക്കുക. അപ്പം Fi 1 ആയിരിക്കുമ്പം FC കിട്ടും. അത് ആദ്യത്തെ കേസ്. ഇത് ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് പറഞ്ഞാൽ മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കും ശരിയാവും. എന്നിട്ട് രണ്ടാമത് Fi അസ്യൂം ചെയ്യുക. ഈ പറഞ്ഞ 1 ആണ് അസ്യൂം ചെയ്തത്. തൊട്ട് അടുത്ത വാല്യൂ 1.1 1.2 നിങ്ങൾക്ക് എത്ര വേണേലും അസ്യൂം ചെയ്യാം. അങ്ങനെ Fiക്ക് വീണ്ടും ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 2 3 4 വാല്യൂസിന് Fi ഈക്വൽ ടു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അസ്യൂം ചെയ്യുക. വാല്യൂസ് FCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ഏകദേശം ഒരു Fiയുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തു. സപ്പോസ് ഒരു 1.4 എടുത്തു എന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്ത് FCയുടെ വാല്യൂ നമുക്ക് ഏകദേശം ഒരു 1.3 അതായത് 1.4 കിട്ടിയെന്ന് വിചാരിച്ചോ. അതായത് 2 ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ഈക്വൽ ആയി കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം Fi ഈക്വൽ ടു 1.4 FC ഈക്വൽ ടു 1.32 ഈ വാല്യൂ വന്നപ്പോൾ ഞാൻ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു ഗ്രാഫ് വരയ്ക്കണം. എക്സ് ആക്സിസിൽ Fi, Y ആക്സിസിൽ FC. നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത 3 Fi വാല്യൂവിന് കറസ്പോണ്ടിങ് എത്രയാണോ FCയുടെ വാല്യൂ കിട്ടിയത് അത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റീഡിംഗ് ആണിത്, ഈ ഡോട്ടഡ് ലൈൻ, മോളിന്ന് കാണിച്ചിരിക്കുന്ന ലൈൻ. ക്ലിയർ ആയോ? നമ്മൾ Fi അസ്യൂം ചെയ്തു, കറസ്പോണ്ടിങ് FCയുടെ വാല്യൂ കിട്ടി. എപ്പോഴാണോ ഈ FCയുടെ വാല്യൂം Fiന്റെ വാല്യൂം ഏകദേശം ഈക്വലിനോട് അടുത്ത് വരുന്നത്, ഈക്വൽ ആവണമെന്നില്ല, ഓൾമോസ്റ്റ് അടുത്ത് വാല്യൂ വരുന്നത്, അവിടെ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചത് എക്സ് ആക്സിസിൽ Fi മാർക്ക് ചെയ്യണം, Y ആക്സിസിൽ FC മാർക്ക് ചെയ്യണം. ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുക, ഒരു കർവ് വരയ്ക്കാം. എന്നിട്ട് അതിന്റെ എക്സ് ആക്സിസിൽ നിന്ന് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എക്സ് ആക്സിസിൽ നിന്ന് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ ലൈൻ ആ കർവിൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് Fiയുടെ വാല്യൂ നോക്കുക, FCയുടെ വാല്യൂ നോക്കുക. ആ 2 വാല്യൂ ഈക്വൽ ആയിരിക്കും. ആ വാല്യൂ തന്നെയായിരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു 3 ഫാക്ടർ ഓഫ് സേഫ്റ്റിയും ഈക്വൽ ആകുമ്പോഴാണ് സ്ലോപ്പ് എന്താവണേ, സ്റ്റേബിൾ ആവണേ. അപ്പം അതുകൊണ്ട് FCയും Fiയും ഏത് വാല്യൂനാണോ ഈക്വൽ ആയത് അത് തന്നെയായിരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത്. ഇത് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. സപ്പോസ് ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഐഡിയ ആയോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ആൻസർ ഷീറ്റിലൂടെ ഗ്രാഫ് പേപ്പർ ഒക്കെ ഉണ്ടാവോ?
ആൻസറിന്റെ കൂടെ ഗ്രാഫ് പേപ്പർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഗ്രാഫ് വേണമെങ്കിൽ അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സിനോട് പറഞ്ഞാൽ അവർ ഗ്രാഫ് എത്തിച്ചു തരും. ഏത് ഗ്രാഫാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ജിയോടെക് ആയതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി ഗ്രാഫ് കൊടുത്തു വിടാറുണ്ട്. ഇൻ കേസ് കൊടുത്തു വിട്ട് നിങ്ങളുടെ ഹോളിൽ ഗ്രാഫ് പേപ്പർ വന്നിട്ടില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററിനോട് പറഞ്ഞാൽ മതി. സ്പെസിഫൈ ചെയ്ത് പറയാ ഏത് ഗ്രാഫ്, നോർമൽ ആണോ സെമി ലോഗ് ആണോ. വരയ്ക്കുന്ന നിങ്ങൾക്ക് അറിയുള്ളൂ ഏത് ഗ്രാഫ് വേണം എന്നുള്ളത്, ഇൻവിജിലേറ്ററിന് അറിയണ്ടാവില്ല. സിവിൽ പഠിച്ച ആരും ആവണമെന്നില്ല അവിടെ ഇൻവിജിലേറ്ററിൽ നിൽക്കുന്നത്. അപ്പം ഗ്രാഫ് ഏത് വേണമെന്ന് പറഞ്ഞാൽ അവർ എക്സാം സെല്ലിൽ റിപ്പോർട്ട് ചെയ്ത് അപ്പം തന്നെ ഗ്രാഫ് കൊണ്ടുതരും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഈ 5 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വെറൈറ്റി. ഈ 5 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. പിന്നെ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ കണ്ടതാണ് ഈ ക്രിട്ടിക്കൽ ഹൈറ്റ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്, ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.